എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ വീഡിയോ രേണുസുതി അല്ല, പക്ഷേ രേണുസുതിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, വൈഫ് ടീച്ചറാണെന്നാണ് കേൾക്കുന്നത്, ഒരു മകളുണ്ട്. ഈ ദാസേട്ടൻ കോഴിക്കോട് രേണുസുതിയുമായിട്ടുള്ള 2 ആൽബം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആൽബം ഓൾറെഡി വിവാദമായതാണ്. ആ ആൽബത്തിൽ ഇല്ലാത്തൊരു സീൻ ഇവർ ഷൂട്ട് ചെയ്ത് വൈറലാക്കി, പുറത്തേക്ക് വിട്ടു. അത് വൈറലായി ഒരുപാട് വിവാദങ്ങൾക്ക് വഴിവെച്ച ഒരു ആൽബമായിരുന്നു മന്ദാരശേല എന്ന് പറയുന്നത്. അതിനുശേഷമാണ് രണ്ടാമത്തെ ആൽബം, രണ്ടും ഒരേ ഡയറക്ടറാട്ടോ, രണ്ടാമത്തെ ആൽബം ഇവർ ചെയ്തത്. അതും അത്യാവശ്യം വൈറലായി. ആ ആൽബം അല്ല വൈറലായത്, ആൽബത്തിൻ്റെ ബിഹൈൻഡ് ദ ഷൂട്ട്. ആ സമയത്ത് അവർ എടുത്ത സീൻസിൽ ചില സീൻസൊക്കെ പുറത്തു പോയി. അതിലുപരി ഇവർ വേറൊരു റീലൊക്കെ ചെയ്തു. അതെല്ലാം തന്നെ നല്ല രീതിയിൽ ആൾക്കാരുടെ ഇടയിൽ ചർച്ചാ വിഷയമായ കാര്യങ്ങളാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇന്ന് ഞാൻ ദാസേട്ടൻ കോഴിക്കോടിനെ കുറിച്ച് സംസാരിക്കണം ചോദിച്ചാൽ, ലേറ്റസ്റ്റ് ആയിട്ട് ദാസേട്ടൻ കോഴിക്കോടിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നു. അതിനകത്ത് പുള്ളി നന്നായിട്ടൊന്ന് വെളുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വെളുപ്പിക്കാനല്ല, സ്വയം വെളുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും അതേക്കുറിച്ചൊന്ന് സംസാരിക്കണം തോന്നി. ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ദയവേത് സ്കിപ്പ് ചെയ്ത് പോവുക. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, രേണുസുതിയുടെ വിഷയം മാത്രമാണോ ചെയ്യുന്നത്? നിങ്ങൾ രേണുസുതിയുടെ വിഷയം വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നത്, നോക്കുന്നത്. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് വേണ്ടത് രേണുസുതി തന്നെയാണ്. വേറെ വിഷയങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും വേറെ വിഷയങ്ങൾ ചെയ്യാൻ തോന്നും. അപ്പോൾ നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ ചില പ്രസക്തമായ ഭാഗങ്ങൾ കേൾക്കാം. ദാസേട്ടൻ കോഴിക്കോട് നന്നായിട്ടൊന്ന് വെളുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് വെളുക്കുന്നില്ല. പച്ച കള്ളങ്ങളാണ് വിളിച്ച് പറയുന്നത്. കേൾക്കാം. എന്താണ് ദാസേട്ട ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നത്? ഇപ്പം കോഴിക്കോടിന്റെ തന്നെ ഒരു അഭിമാനമായിരുന്ന ദാസേട്ട ഇപ്പം റീസെന്റ് ആയിട്ട് ഭയങ്കരമായിട്ട് എയറിലാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്യുന്ന ഷോർട്ട് മൂവീസിൽ ഇതൊക്കെ ആണെങ്കിലും ഭയങ്കര ഇന്റിമേറ്റ് സീന് കാര്യങ്ങളൊക്കെയാണ്. അപ്പം എന്താണ് ദാസേട്ടന് അതിനെ പറ്റി പറയാനുള്ളത്? ഞാൻ ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എയറിലാണ് കത്തി നിൽക്കാറുള്ളൂ. ഞാൻ എന്താ ചെയ്തത് ശരിക്കും? ആക്ച്വലി റീൽസ് ചെയ്താണോ ദാസേട്ടൻ കോഴിക്കോട്? റീൽസ് ചെയ്തതാണോ? ഇപ്പം സംഭവം വേറൊന്നല്ല, നിങ്ങൾ ഷോർട്ട് മൂവിക്ക് വേണ്ടിയിട്ട് പല ഇന്റിമേറ്റ് സീൻസും ഷൂട്ട് ചെയ്യുന്നു. പക്ഷെ ആ ഒരു മൂവി ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു സീൻസ് കാണുന്നില്ല. മാത്രമല്ല, നമ്മൾ മെയിൻ ആയിട്ട് പ്രകോപിക്കുന്ന ഒരു കാര്യമാണ് ബാക്ക്ഗ്രൗണ്ടിൽ നാള് തൊട് പിടിക്ക്, അങ്ങനെ പിടിക്ക്, ഇങ്ങനെ പിടിക്ക്, വൈറലാവണ്ടേ എന്നൊക്കെ പറഞ്ഞു. അതായത് അങ്ങനെയാണെങ്കിൽ ആളുകൾ കാണും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആൾ കൊടുക്കുന്നത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഈ ഒരു സംഭവം ഇറങ്ങുമ്പോൾ ഇതിലൊന്നും പല സീൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഒരു ഇന്റിമേറ്റ് ഷൂട്ടോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മൂവിക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ഭയങ്കര വൾഗറായിട്ട് കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിനു മുമ്പ് ദാസേട്ടൻ കൊടുക്കുന്ന വ്യക്തി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നല്ല കണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്, നല്ല ആൽബംസ് ചെയ്തിട്ടുണ്ട്, സമൂഹത്തിൽ ഗുണകരമായ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊന്നും സോഷ്യൽ മീഡിയക്ക് വേണ്ട. അതൊന്നും സോഷ്യൽ മീഡിയ കാണുന്നില്ല, കണ്ട രീതിയിൽ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ സാധാരണ ഒരു റീൽസിൽ കൂടെ വന്നൊരു വ്യക്തിയാണ്. നല്ല വൈറലായ റീൽസ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു റീൽസേ അല്ല, ഒരു ആൽബത്തിൽ നായകനായിട്ട് അഭിനയിക്കാൻ എന്നെ വിളിച്ചു, നായികയായിട്ട് അഭിനയിക്കാൻ മറ്റൊരാളെ വിളിച്ചു. അതിൽ വേറെ കുറേ കഥാപാത്രങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ സ്ക്രിപ്റ്റ് ചർച്ച ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരു സിനിമയിൽ ഒരു ഇന്റിമേറ്റ് അങ്ങനെ ഷൂട്ട് ചെയ്യണം എങ്ങനെയാണ്? നമ്മൾ സിനിമ കാണുന്ന സമയത്താണ് നായകനും നായികയും തമ്മിൽ അടുക്കുന്നു. ലിപ്ലോക്ക് വരെ സംഭവിക്കാറ് സിനിമകളിൽ കണ്ടില്ല? എത്രയോ തീവണ്ടി സിനിമയ്ക്ക് ലിപ്ലോക്ക് വന്നിട്ടുണ്ട് അല്ലേ? അപ്പം അത് നമ്മൾ സ്ക്രീനിൽ കാണുന്നു, അവർ നമ്മൾ അടുത്തല്ലോ, അടിപൊളി കൈയടിക്കുന്നു അല്ലേ? ഇത് ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ പറ, എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ? എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ? നായകനും നായികയും ഡയറക്ടർ ടേക്ക് പറഞ്ഞു, നായകനും നായികയും ഓൺ ദ സ്പോട്ട് ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കുകയാണ് ചെയ്യുക സാറിന്? അല്ല, 2, 3, 4 ഷോട്ടുകൾ ഉണ്ടായിരിക്കാം. വ്യത്യാസം ഞാൻ പറയാം. അവിടെ ആരുണ്ടാവും? ഡയറക്ടർ ഉണ്ടാവും, അസോസിയേറ്റ് ഉണ്ടാവും, 3, 4, 5 ആൾക്കാരുണ്ടാവും. ഇവിടെ എന്താ സംഭവിച്ചത്? ഒരു ആൽബത്തിന്റെ ഷൂട്ട്, നായകൻ എടുത്ത് പോകുന്നു, ഇവര് കിസ് കൊടുക്കുന്നു, കഴുത്തിൽ ലിപ്ലോക്ക് എന്നല്ലേ കിസ് കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു. ഇവിടെ ചുറ്റും ആരാളുള്ളത്? ആരാളുള്ളത്? പറ. ഡയറക്ടർ ആൾക്കാരൊന്നല്ല, ഡയറക്ടറും അതിന്റെ ബന്ധപ്പെട്ട അസോസിയേറ്റ് 2, 3 ആൾക്കാരല്ല, ഓൺലൈൻ മീഡിയാസ് മൊത്തം ചുറ്റുണ്ട്. എന്തിനാണ് നിൽക്കുന്നത്? ഞാൻ പറയട്ടെ ഞാൻ വിളിച്ചു വരുത്തി വന്ന ആൾക്കാരല്ല. ഞാനൊരു സിനിമയിൽ ഒരു 4-5 സിനിമകളിൽ അഭിനയിച്ച് എന്റെ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇല്ലാതെ പല ആൾക്കാർ തിയേറ്ററിൽ ഇറങ്ങി, അപൂർവമായ തിയേറ്റർ ഇറങ്ങിയ സിനിമ. ആ സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടർ നൽകി എനിക്കറിയാം എന്ത് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ ആൾക്കാർ എവിടെ കാണണം? തിയേറ്ററിൽ കാണാം, ബിസ്ക്രീനിൽ കാണാം, അല്ലെങ്കിൽ യൂട്യൂബിൽ കാണണം അല്ലേ? അതാണ് അതിന്റെ ഒരു മാന്യത. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ അറിയാതെ അവിടെ വന്നു കഴിയുന്ന സമയത്താണ് പല ഓൺലൈൻ മീഡിയാസ് ഞാൻ കാണുന്നത്. അപ്പൊ അവിടുത്തെ മൊത്തം ഒരു അന്തരീക്ഷം, മൊത്തം ക്രൂസ് പറയുന്നത് ഇവരെ വിളിച്ചു വരുത്തി വന്നതാണ്, ആണോ അല്ലേ? ദാസേട്ടൻ പറയുന്നത് ഓൺലൈൻ മീഡിയകൾ അവിടെ വിളിച്ചു വരുത്തി ആ സീനുകളൊക്കെ ഷൂട്ട് ചെയ്യിച്ച് പുറത്തേക്ക് വിട്ടത് ദാസേട്ടൻ്റെ അറിവോടുകൂടി അല്ലെന്നാണ് ദാസേട്ടൻ പറയുന്നത്. ഞാൻ ദാസേട്ടനൊരു ചോദ്യം ചോദിക്കട്ടെ. ദാസേട്ടൻ ഈ വീഡിയോ കാണുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ദാസേട്ടനോടാണ്. കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ. ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. ദാസേട്ടൻ ഈ സംവിധായകയുടെ കൂടെ ആദ്യമായിട്ടല്ല ഒരു ആൽബം ചെയ്യുന്നത്. തൊട്ട് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ പേര് മന്ദാരശേല. ആ ആൽബം ചെയ്തപ്പോഴും ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു. ആ ആൽബത്തിനകത്ത് ഇല്ലാത്തൊരു സീൻ നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട്, അതൊരു ഇൻറ്റിമേറ്റ് സീനായിരുന്നു, ഷൂട്ട് ചെയ്തിട്ട് അതിനെ പുറത്ത് വിട്ടു. എന്തിനു വേണ്ടി? ആൽബം വൈറലാക്കാൻ വേണ്ടി. എന്നിട്ട് ദാസേട്ടനും രേണുവും കൂടിയാണ് വന്ന് പറഞ്ഞത്
കേരളം കത്തും, മന്ദാരച്ചേരി റിലീസാകുമ്പോൾ കേരളം കത്തും, ഇൻറ്റിമേറ്റ് സീൻ അതിനകത്തുണ്ട് എന്ന് നിങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഈ സംവിധായികയുടെ ഒരു പാറ്റേൺ നിങ്ങൾക്കറിയാം, ഒരു വർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കറിയാം. അതേ സംവിധായികയുടെ അടുത്തൊരു വർക്ക് ചെയ്യുമ്പോൾ ഈ ഓൺലൈൻ മീഡിയകളെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? നിങ്ങളൊരു സത്യസന്ധനായ മനുഷ്യനാണെങ്കിൽ, നിങ്ങൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? ഇതിനകത്തുള്ള പല സീൻസും പുറത്ത് പോകും, ഈ പറയുന്ന കിസിങ് സീൻസും നിങ്ങൾ ഇൻറ്റിമേറ്റ് ആയിട്ട് നിൽക്കുന്ന സീൻസും അല്ലെങ്കിൽ ഇൻറ്റിമസി കാണിക്കുന്ന സീൻസും ഒക്കെ പുറത്ത് പോകും, നിങ്ങൾക്ക് ചിന്തിച്ചൂടെ? അല്ല, ഇപ്പോൾ നിങ്ങളിവിടെ വന്ന് വെളുക്കാൻ വേണ്ടി ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പാടില്ലേ ഓൺലൈൻ മീഡിയ നമ്മൾ ഒഴിവാക്കണം, ഇത്തരം സീൻസ് പുറത്ത് പോയാൽ അത് നാണക്കേടാവും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒഴിവാക്കിക്കൂടെ? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശവും എന്താണ്? വൈറലാവുക, ആൽബം വൈറലാവുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും വൈറലാവണം. അതിന് ഈ സീൻസൊക്കെ പുറത്ത് പോയേ പറ്റൂ. അന്നെല്ലാം സമ്മതിച്ച് ഷൂട്ടിന് അനുവാദം കൊടുത്ത് നിങ്ങൾ അവിടെ അഭിനയിച്ചിട്ട് ഇപ്പോൾ വന്നിരുന്ന് നിങ്ങൾ സംവിധായകനെയും നായികനെയും കുറ്റം പറയുന്നത് എന്തിനാ? ഒരു തെറ്റ് എല്ലാവരും കൂടി ചെയ്തിട്ട് കുറച്ച് പേരുടെ മാത്രം തലയിൽ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ ഒഴിയാൻ നോക്കുന്നത് എന്തിനാ വേണ്ടിയാ? ആരുടെ മുന്നിൽ വെളുക്കാൻ വേണ്ടിയാ? നിങ്ങളുടെ കുടുംബത്തിൻ്റെയോ ആണോ? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരാളാണ്, എൻ്റെ മകൾ എന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരാളാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഇൻ്റർവ്യൂ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാനങ്ങ് നിഷ്കളങ്കനാണ്, ഞാൻ സത്യസന്ധനാണ് എന്ന രീതിക്ക്. അതിൻ്റെ ആവശ്യം എന്താ? ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യം തന്നെയല്ലേ? അത് നിങ്ങൾക്ക് മാത്രം എങ്ങനെ മാറാൻ പറ്റും? എനിക്കൊന്നും അറിയില്ല. ഞാനിത് ഈ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കറിയാം, എനിക്ക് ലക്ഷ്മി ദീപ്ത എന്ന് പറഞ്ഞൊരു സംവിധായികയുണ്ട്. ഈ അഡൻസൊള്ളി ലെവലിലുള്ള സീരീസുകൾ ചെയ്യുന്നൊരു സംവിധായികയാണ്. അവരുടെ ഒരു വെബ് സീരീസിൽ, അവരുടെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ആണെന്ന് തോന്നുന്നു, വെബ് സീരീസിൽ അഭിനയിക്കാൻ വന്ന ഒരു നടനുണ്ടായിരുന്നു. ആ വെബ് സീരീസിൻ്റെ 2 ഭാഗങ്ങളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ പാർട്ടിൽ ഇയാൾ അഭിനയിച്ച് കഴിഞ്ഞു. അഭിനയിച്ച് കഴിഞ്ഞു. അതിനകത്തും അത്യാവശ്യം വൾഗറായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അഭിനയിപ്പിച്ചത്. 2ാമത്തെ എപ്പിസോഡിലും ഇയാൾ അഭിനയിച്ചു. ഈ 2ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴാണ് ആശാൻ്റെ ബോധോദയം വന്നത്, ഞാൻ അഭിനയിച്ചത് ഒരു അഡൽസൊള്ളി വെബ് സീരീസ് ആണെന്നുള്ളത്. പിന്നെ കേസാവുന്നു, ബഹളമാവുന്നു, ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്നു. കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ, കേസ് കഴിഞ്ഞൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ദാസേട്ടൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതായത് അഭിനയിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ഇഴുകി ചേർന്നോ മുത്തം കൊടുത്തോ ഒക്കെ അഭിനയിക്കാൻ കുഴപ്പമില്ല. പക്ഷേ ആ സീനുകൾ പുറത്ത് പോയത് എൻ്റെ അറിവോടുകൂടിയല്ല. ഇത് ഞാൻ സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഇത് 2ാമത്തെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ആ സംവിധായികയുടെ കൂടെ. അപ്പോൾ ആദ്യം തന്നെ ഒരു ആൽബം ചെയ്തിട്ട് അതിനെ വൈറലാക്കാൻ വേണ്ടി അവർ ഈ രീതിയിൽ ചെയ്തു എന്ന് നിങ്ങൾക്കറിയാം. അതിനകത്ത് വന്ന സീൻസ് പുറത്തേക്ക് വിട്ടു, നിങ്ങൾക്കറിയാം, വൈറലാവാൻ വേണ്ടി. അപ്പോൾ 2ാമത്തെ ആൽബത്തിലും അത് തന്നെ അവർ ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് വിലക്കിയില്ല? അങ്ങനെ വിലക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കിവിടെ ഈ ഒരു പേരുദോഷം കേൾക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം സമ്മതിച്ചിട്ട് ഇപ്പോൾ വന്നിരുന്നിട്ട് ഞാൻ എൻ്റെ അറിവോടുകൂടിയല്ല, ഞാൻ അങ്ങ് നിഷ്കുവാണ് എന്ന് പറയുന്നതുകൊണ്ട് ഒരു അർത്ഥമില്ല ദാസേട്ടാ. ഓക്കെ, ബാക്കി പ്രതികരിച്ചില്ല. നമ്മൾ അഭിനയിക്കാൻ ഒക്കെ കാര്യങ്ങൾ സെറ്റാക്കി ക്യാമറ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അഭിനയിക്കാൻ പോകില്ല, ഞാൻ ഒരിക്കലും ചെയ്യുന്ന ആളല്ല. നമ്മളെ വിശ്വസിച്ച് നമ്മൾ വന്ന് നമുക്ക് വേണ്ടി ചില തെളിവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് ഞാൻ തിരിച്ചു പോകാന്ന് പറയാൻ മാത്രം അത്ര ഒരു മറ്റുള്ള ആൾക്കാരെ വേദനിപ്പിക്കുന്ന നിലപാട് എനിക്കില്ല. എനിക്കവിടെ പറയാം, എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയാം. പക്ഷേ അവിടെ ചെയ്തത്, ഞാൻ ചെയ്ത അവിടെ തലേദിവസം ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ നായകൻ അടുക്കുന്നു, അത് റൊമാൻറ്റിക് ആയ ഭാവം വരുന്നു, അവിടെ കഴുത്തിന് മുമ്പ് വെക്കുന്നു, ഹഗ് ചെയ്യുന്നു. ആ കാര്യങ്ങൾ ഈ പറഞ്ഞ ഡയറക്ടറാണ് പറയുന്നത്, വിവരിച്ചത് ഇങ്ങനെ ചെയ്യുന്ന ദാസൻ എങ്ങനെ ചെയ്യും, അത് വൈറലാവേണ്ട ഒന്നും പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറയാം, അങ്ങനെ പരാമർശമില്ല. ഇന്ന കാര്യങ്ങൾ ചെയ്യും, കുറച്ചുകൂടെ അടുപ്പ് ദാസന്റെ കഴുത്തിന് മുമ്പ് വെപ്പ് ദാസന്റെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് വിവാദമായി, വൈറലായി. കാരണം ഒരു കാര്യം കൂടി ഉണ്ട്, ദാസനെ കൂടെ അഭിനയിച്ചോണ്ടല്ല, ആരാ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആരാ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാ, രേണുസുതി. കേരളത്തിൽ ഇത്രയും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ഇത്രയും കൂടുതൽ ലോകമെമ്പാടുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയ എന്ന വാക്ക് ഉപയോഗിക്കും. രേണുസുതിയാണ് ഏറ്റവും കൂടുതൽ വൈറലായ വ്യക്തി, അല്ലേ? അവരായതുകൊണ്ട് ദാസേട്ടാ, രേണുസുതി ഉള്ളത് കൊണ്ടാണ് ഇത് വൈറലായത്, ഇത്രയും വിവാദമായതെന്ന് ദാസേട്ടൻ പറയുന്നുണ്ട്. വീണ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഉരുളരുത്. ഇപ്പോൾ ദാസേട്ടൻ പറയുന്നു രേണുസുതി ആയതുകൊണ്ടാണ് ഇത് കത്തിയത്, വിവാദമായതെന്ന് പറയുന്നു. അങ്ങനെ ആയിരുന്നുവെങ്കിൽ രേണുസുതിയുടെ കൂടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു തെങ്കാശിയിലോ ചെങ്കോട്ടയിലോ അവിടെ എവിടെ ഒരു ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഈ രേണുസുതിയുടെ കൂട്ടുകാരിയായ സജീനയും മടവൂർ ശശികുമാറോ അങ്ങനെ എന്തോ പേരുള്ള ഡയറക്ടറൊക്കെ ആയിട്ട് ഒരു ഷൂട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു നായകനുണ്ടായിരുന്നു. അവരൊരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീലും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം റീച്ച് പോയ സാധനമാണ് എന്ന് കരുതിയിട്ട് ആ നായകൻ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? അവർ ചെയ്തതും ഒരു ആൽബമാണ് അല്ലെങ്കിൽ ഒരു റീലാണ്. ഇതുപോലെ തന്നെ വേറൊരു പാട്ട് വേറൊരു നായകനുമായിട്ട് രേണു അഭിനയിച്ചിട്ടുണ്ട്. അവരാരും ഈ ചീത്തപ്പേര് കേട്ടിട്ടില്ലല്ലോ. നിങ്ങൾ മാത്രം കേൾക്കാനുള്ള കാര്യം എന്താണ്? അപ്പോൾ രേണുസുതി അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നിങ്ങൾ അഭിനയിച്ച സീൻസാണ്. അതിനെ ആൽബത്തിനകത്ത് കാണിക്കുന്നതിന് മുൻപ് തന്നെ വൈറലാക്കാൻ വേണ്ടി പുറത്തേക്ക് വിട്ടതാണ്. അങ്ങനെ വിടുമെന്ന് ഉറപ്പുള്ളൊരു സംവിധായകയുടെ കൂടെ നിങ്ങൾ അഭിനയിച്ചപ്പോൾ നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ ആദ്യമേ പറയണമായിരുന്നു, എനിക്ക് താല്പര്യമില്ല, ഇങ്ങനെയുള്ള സീൻസ് പുറത്തേക്ക് പോകുന്ന എനിക്ക് താല്പര്യമില്ല, സോ നിങ്ങൾ ഓൺലൈൻ മീഡിയ ഒഴിവാക്കണം എന്ന് പറയണമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഭാര്യനെയും മകളെയും കുറിച്ച് നിങ്ങൾ ഓർക്കണമായിരുന്നു. കുട്ടി പഠിക്കുന്നതല്ലേ, സ്കൂളിൽ പോകുന്നതല്ലേ, കോളേജിൽ പോകുന്നതല്ലേ? കോളേജിൽ പോകുമ്പോഴേക്കും നിൻ്റെ അച്ഛൻ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി എന്ത് മറുപടി പറയും? അഭിനയിക്കുന്ന സമയത്ത് ഓക്കെ, വേണ്ടെന്നൊന്നും പറയുന്നില്ല. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ അഭിനയം കഴിഞ്ഞ നേരെ നിങ്ങളുടെ റൂമിലേക്കാണ് പോകുന്നു പറയുന്നു.
അങ്ങനെയാണെങ്കിൽ അത് ഞാനൊരു മറുപടി തരാം, നമുക്ക് ബാക്കിയുടെ കേട്ടിട്ട്. സാധനം കത്തും, സാധനം കത്തിക്കപ്പെടും, അതാണ് അവിടെ സംഭവിച്ചത്. ഓക്കെ, അതായത് വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്നാണ് ഇപ്പൊ ദാസേട്ടൻ പറഞ്ഞത്? ഒരിക്കലല്ല. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ദാസേട്ടൻ കൊടുക്കുന്ന വ്യക്തി നായകനായി കള്ളു ചെത്തുകാരനാണ് അവിടെ അഭിനയിച്ചതാണ്. ഞാൻ സിനിമകളിലായാലും അവൻ അഭിനയിക്കും അല്ലേ? അത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ്, ഞാൻ അവർ കുറേ സുഹൃത്തുക്കൾ എൻ്റെ ഇല്ലാന്ന് പറയില്ല, അവർ രേണുസുതി എന്ന ഘടകമായതുകൊണ്ട് അവർ ദാസേട്ടൻ കൊടുക്കുന്ന വേറെ വ്യക്തിയോട് ചെയ്ത് കഴിഞ്ഞ് ഒരു 10-20 ഓൺലൈൻ മീഡിയാസ് എടുത്ത് കത്തിച്ച് കത്തൂല, ഉറപ്പായിട്ടും കത്തൂല. കത്തിയത് എന്തുകൊണ്ടാണ്? രേണുസുതി ആയതുകൊണ്ടാണ്. രേണുസുതി ആയതുകൊണ്ട് 2 ഓൺലൈൻ മീഡിയാസ് വന്ന് പകർത്തി കഴിഞ്ഞാൽ സാധനം കത്തും, കാരണം അവളായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ദാസേട്ടൻ അഭിനയിച്ചു, രേണുസുതി ആയതുകൊണ്ടാണ് ഇത് വിവാദമായത്. ഞങ്ങൾ എല്ലാവരും രേണുസുതിയെ വിമർശിക്കാറുണ്ട്, അത് അവരുടെ സംസാരവും അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ നന്ദിയില്ലായ്മയും കണ്ടിട്ടാണ്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണിക്കുന്നത് മറ്റൊരു തരത്തിലുള്ള നന്ദിയില്ലായ്മയാണ്. കാരണം നിങ്ങളും കൂടി ഇൻവോൾവ് ആയ ഒരു വിഷയത്തിൽ ഒരാളുടെ മണ്ടയ്ക്ക് മാത്രം കൊണ്ട് ഈ സാധനം കൊണ്ടിടുക, അതൊരു നന്ദിയില്ലായ്മയും, വാക്ക് വേറെയാണ്, അങ്ങനെയുള്ളൊരു പരിപാടിയാണ്. രേണുസുതിയും നിങ്ങളും പ്രതീഷും അക്ഷയും ആ സംവിധായകയും എല്ലാം കൂടി ചെയ്തു വെച്ചൊരു പ്രവൃത്തിയിൽ നിങ്ങൾ രേണുസുതിയെ മാത്രം ബ്ലെയിം ചെയ്ത്, അല്ലെങ്കിൽ ആ സംവിധായകയെ മാത്രം ബ്ലെയിം ചെയ്ത് സംസാരിക്കുന്നു. നിങ്ങൾ അവിടെ വെളുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തിനു വേണ്ടി? അതൊരു തെണ്ടിത്തരവല്ലേ? അല്ലേ? അതങ്ങനെ അല്ലെങ്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയണം, പ്രേക്ഷകരായാലും നിങ്ങൾ പറയണം. ദാസേട്ടൻ ഈ സംസാരിച്ച് ശരിയാണോ? പുള്ളിയും കൂടി ഇൻവോൾവ് ആയൊരു വിഷയം, പുള്ളിക്ക് താല്പര്യമില്ലെങ്കിൽ പുള്ളി അത് ആദ്യമേ പറയണമായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. ഇനി സംവിധായക തന്നെ കഴിഞ്ഞ ദിവസം വന്നൊരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറയുന്നുണ്ട്, അതിനകത്തുള്ള 1-2 വിഷ്വൽസ് മാത്രമേ ആൽബത്തിൻ്റെ വിഷ്വൽസ് ആയിട്ട് പുറത്ത് പോയിട്ടുള്ളൂ, ബാക്കി ഒന്നും തന്നെ ആൽബത്തിൻ്റെ വിഷ്വൽസ് അല്ല, പകരം അതിലെ അഭിനേതാക്കൾ സ്വന്തം താല്പര്യപ്രകാരം എടുത്ത് ഷൂട്ട് ചെയ്ത് പുറത്ത് വിട്ട വിഷ്വൽസാണ്. ഈ അഭിനേതാക്കൾ എന്ന് പറയുന്ന രേണുസുതി മാത്രമാണോ? അല്ല, രേണുസുതി ഉണ്ട്, ദാസേട്ടൻ കോഴിക്കോടുണ്ട്, പ്രതീഷ് ഉണ്ട്, അക്ഷയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തോടുകൂടി അല്ലാതെ ആ വിഷ്വൽസ് പുറത്ത് പോകുമോ? ആൽബത്തിലെ വിഷ്വൽസ് മാറ്റി വയ്ക്കാം, ബാക്കി വിഷ്വൽസോ? അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മെഴുകരുത്. ഞങ്ങളെല്ലാം കഴിക്കുന്ന അരിയാഹാരമാണ്. അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും എന്താണ് നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടുന്നെന്നുള്ളത്. ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറഞ്ഞ വ്യക്തിയോട് ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. എന്താ കാര്യത്തിലെന്നറിയോ? നിങ്ങളൊരു നല്ല നടനാണ്, നിങ്ങൾ അഭിനയിക്കുന്ന ഒരാളാണ്, ആ ഒരു ബഹുമാനമുണ്ട്. പക്ഷേ എല്ലാ തെറ്റിനും ഒപ്പം നിന്നിട്ട് അവസാനം ഞാനില്ല കേട്ടോ അവരാണ് എന്നും പറഞ്ഞിട്ട് പുറകെ മാറി നിന്നിട്ട് കൈ കാണിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് നിങ്ങൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങോട്ട് അംഗീകരിച്ച് തരാൻ പറ്റില്ല. തെറ്റുകാരാണെങ്കിൽ എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലാണ്ട് ഒരാൾ മാത്രം മാറി നിന്നിട്ട് മറ്റുള്ള ഞാനല്ലാട്ടോ അവനാണ് എന്ന് പറയുന്ന പരിപാടി നടക്കത്തില്ല. അപ്പോൾ നിങ്ങളെ വെളുപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇന്റർവ്യൂ എടുത്തെന്നുള്ളത് കാര്യം 100% ഉറപ്പാണ്. ബാക്കി കേൾക്കാം. അവിടെ ഞാൻ അഭിനയിക്കുകയാണ് ചെയ്തത്. എന്തിനാ നിങ്ങൾ അനാവശ്യമായിട്ട് ദാസേട്ടൻ കൊടുക്കുക? എന്ത് ചെയ്തു? ഇത് പോട്ടെ, ഇതൊക്കെ പോട്ടെ. ഈ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഷാപ്പിന്റെ ഷൂട്ട് കാര്യങ്ങൾ മാറ്റി വെച്ചോ. വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായത്, ദാസേട്ടൻ ഏതൊരു പെണ്ണിനെ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നു. അപ്പോൾ രേണുസുതി കയറി വരുന്ന സംഭവം ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ സീനും കാര്യങ്ങൾ കാണുന്നു, അതിന് ദാസേട്ടൻ അഭിനയിക്കുന്നുണ്ട്. ഒന്നുമില്ല, ദാസേട്ടൻ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇത്രയും സൊസൈറ്റിയിൽ നല്ലപോലെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഒന്നും വേണ്ട, ദാസേട്ടന്റെ വൈഫ് എന്ന് പറയുന്ന വ്യക്തി ടീച്ചറാണ്. സോ അവർ സൊസൈറ്റി പോകുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ്, ദാസേട്ടൻ ഒരു മോളും കൂടിയുണ്ട്, അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് എന്തുകൊണ്ടാണ് ദാസേട്ടൻ? ഞാൻ ആൽബത്തിൽ അഭിനയിച്ചു, കൃത്യമായി അവിടെ അഭിനയിച്ചതാണ്. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. ഒരു ആക്ടറിനെ സംബന്ധിച്ച് എല്ലാ വശങ്ങളും നോക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പാർട്ട് രാവിലെ അഭിനയിച്ചു, ആ പാർട്ടാണ് ഓൺലൈൻ മീഡിയ കൊടുത്തത്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ പാട്ട് നോക്കി എന്റെ റൂമിലേക്ക് പോയി റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയ്യോ ദാസേട്ടാ, നിങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ റൂമിലേക്ക് പോയോ? അപ്പോൾ അതെ, ഈ സീൻ ആരാ അഭിനയിച്ചത്? അപ്പോൾ ഇത് സംവിധായിക പറഞ്ഞത് ആൽബത്തിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പാക്കപ്പ് പറഞ്ഞതിന് ശേഷം അവിടെ കണ്ണ് കാണിച്ച കുന്തളിപ്പാണ്. ഇതാണ് സംവിധായിക പറഞ്ഞത്. ആൽബത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ റൂമിലേക്ക് പോയി എന്നാണ് ദാസേട്ടൻ പറയുന്നത്. ഇതിൽ ഏതാ സത്യം? പറയുമ്പോഴേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടാണ് പറയുന്നുള്ള ബോധം വേണം. തെളിവുകൾ അവിടെ കിടപ്പുണ്ടാവും. ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ അടുത്ത് സംസാരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ആലോചിച്ചും കണ്ടും ഓർത്തിട്ടൊക്കെ വേണം സംസാരിക്കാൻ. ഞാൻ ചെയ്ത കാര്യങ്ങൾ അവിടെ കിടപ്പുണ്ട്, അത് നാളെ വൈറലാവും, വിവാദമാവും എന്നൊക്കെ ഓർത്ത് വേണം സംസാരിക്കാം. പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് വിവാദമല്ലേ, നമ്മളിതൊക്കെ കുറേ കണ്ടതല്ലേ എന്നുള്ള ലെവലിലായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ആയിക്കോട്ടെ, സന്തോഷം. പക്ഷേ പറയുമ്പോൾ നോക്കി കണ്ടും പറയണം. ആൾക്കാരെടുത്ത് വെച്ചിട്ട് അങ്ങനെ അലക്കും, അത്രേ ഉള്ളൂ. എന്തായാലും ബാക്കി കേൾക്കാം. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞതാണ്, ഞാൻ ആൽബത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ റൂമിലേക്ക് പോയെന്നാണ് പറഞ്ഞത്. ദാസേട്ടൻ റൂമിലേക്ക്, ഞാൻ ചോദിച്ചത് ഏത് നടനാണ് ആൽബത്തിൻ്റെയും അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, സീരിയൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് നായികയുടെ വീട്ടിൽ പോയിരുന്നിട്ട് ഞമ്മടിക്കുന്നത് ഏത് നടനാ? സൗഹൃദത്തിൻ്റെ പേരിൽ എത്ര ദിവസം പോകും? ഒരു ദിവസം. അല്ല, നമ്മൾ കുറച്ച് നാളായിട്ട് ഈ അഭിനയ മേഖല അതുപോലെ മറ്റ് സിനിമ സീരിയൽ ഫീൽഡിലൊക്കെ ഉണ്ടേ, അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും വിളിച്ചു കഴിഞ്ഞാൽ പോവുകയും ചെയ്യും.
പക്ഷേ നായികയുടെ വീട്ടിൽ പോയിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കത്തില്ല. അല്ലെ അഥവാ പോയാൽ പോലും ഒരു ദിവസം ജസ്റ്റ് ഒരു വിസിറ്റ് എന്ന ലെവലിൽ. ഇത് പക്ഷേ അങ്ങനെ അല്ലല്ലോ. ചിലപ്പോൾ നിങ്ങൾ സഹോദര ബന്ധമായിരിക്കാം, അതൊന്നും അല്ലെന്ന് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ ആൽബത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് നേരെ റൂമിലേക്കാണ് പോകണമെന്നുള്ള തള്ളൽ ഇവിടെ വിടരുത്. അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതാ പ്രശ്നം. ശരി, ബാക്കി കേൾക്കാം. പിന്നെ ആദ്യത്തെ ക്ലൈമാക്സ് രംഗത്താണ് നടന്നത്. ആ ക്ലൈമാക്സ് രംഗത്ത് ഓൺലൈൻ മീഡിയാസ് വന്നിട്ട് പുറത്തുവിട്ട സാധനങ്ങളാണ് നിങ്ങൾ കണ്ടത് എന്ന് വെച്ച് നാളെ മറ്റന്നാൾ ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ 100% നോക്കിയിട്ട് പോകും. അത് പാഠമാണ് എനിക്കത് പാഠമാണ്. ദാസേട്ടൻ സമ്മതിച്ചു. അപ്പോൾ ഈ സംഭവിച്ചൊക്കെ തെറ്റാണെന്ന് സമ്മതിച്ചോ? എവിടെ സമ്മതിക്കാൻ? സമ്മതിച്ചിട്ടില്ല. വീണ്ടും കേൾക്കാം. തെറ്റല്ല, ഈ ചെയ്ത ഒരിക്കലും തെറ്റല്ല. തൊട്ട് മുന്നേ പറയുന്നു, ഞാൻ ഇനി ഇതുപോലെ ആവർത്തിക്കില്ല, എനിക്കിതൊരു പാഠമാണെന്ന് പറഞ്ഞിട്ട് ഈ ചെയ്തൊന്നും തെറ്റല്ല എന്നും പറയുന്നുണ്ട്. ഏതാ ശരിക്കും ദാസേട്ടൻ പറയാൻ ഉദ്ദേശിച്ചത്? ദാസേട്ടൻ ചെയ്തൊന്നും തെറ്റല്ലെന്നാണോ, അതോ രേണുസുതി മാത്രം തെറ്റിയതെന്നാണോ? ബാക്കി നെട്ടുക. പക്ഷേ ഇത്രയും സംഗതികൾ ഓൺലൈൻ മീഡിയാസ് പുറത്തിടുമ്പോൾ അത് ബന്ധപ്പെട്ട ആൾക്കാർ, ഡയറക്ടർ ഉൾപ്പെടെ ആൾക്കാർ ശ്രദ്ധിക്കണമായിരുന്നു. ഡയറക്ടർ മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഈ ഡയറക്ടർക്കൊപ്പം മുൻപ് അഭിനയിച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ള ദാസേട്ടൻ അത് ചിന്തിക്കാമായിരുന്നു. ഈ സംവിധായിക ഇങ്ങനെയാണ്, അവരുടെ ആൽബം വൈറലാവാൻ വേണ്ടി അവർ ഇമാതിരി സീൻസ് പുറത്തേക്ക് വിടാൻ സാധ്യതയുണ്ട്, അത് നമ്മുടെ ലൈഫിനെ ബാധിക്കും, സോ നമ്മളത് സൂക്ഷിക്കണം, അതിന് ആദ്യമേ ഇൻറ്റിമേഷൻ കൊടുക്കണം, അത് ചെയ്യരുതെന്ന് പറയണം. ചെയ്യണ്ടായിരുന്നോ? ചെയ്തില്ലല്ലോ. അപ്പം നിങ്ങളുടെയും ഇൻറ്റൻഷൻ അത് തന്നെയായിരുന്നു, വൈറലാവണം. ആൽബം മാത്രമല്ല, ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തിയും വൈറലാവണം. അതല്ലെങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു, ഞാനാണെങ്കിൽ പറയുമായിരുന്നു, അങ്ങനെയുള്ള സംഭവം പുറത്ത് പോകല്ലേ. ഇന്നലെ ഞാനൊരു ഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു, ഒരു ബ്യൂട്ടി പാർലറിൻ്റെ. എനിക്ക് അവിടെ സംസാരിക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ പുറത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞു. അത് അവർ കേൾക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം പറയാനുള്ള റൈറ്റ് നമുക്കുണ്ട്, അത് സ്വാതന്ത്ര്യമാണ്. പക്ഷേ താല്പര്യത്തോടെ അത് ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഞാൻ നിഷ്കളങ്കനാണ് എന്ന ഡയലോഗ് അടിക്കരുത്, അത് ശരിയല്ല. ശ്രദ്ധിക്കണമായിരുന്നു. ഒരു താങ്കൾ ഡയറക്ടർ ആണെങ്കിൽ താങ്കൾ അവർ അടിപ്പിക്കും. ഒരു സിനിമ നടക്കുമ്പോൾ ഏതെങ്കിലും ആൾ മൊബൈൽ വന്ന് ഷൂട്ട് ചെയ്യാൻ വന്നാൽ അവർ ഡയറക്ടർ ഒരിക്കലും വിടില്ല. അതേ പോളിസി പിന്തുടരണം, അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെ ഓൺലൈൻ മീഡിയാസ് വന്നിരുന്നു. ആൽബത്തിന്റെ പ്രൊമോഷന് വേണ്ടി ബന്ധപ്പെട്ട ആൾക്കാർ അവിടെ വിളിച്ചു വരുത്തിയതാണ്. എൻ്റെ പൊന്ന് ദാസേട്ട്, അവിടെ ഒരു ഓൺലൈൻ മീഡിയ വന്നിട്ടില്ല. അവിടെ വന്നത് രേണുസുതിയുടെ ശിങ്കിടി ആയിട്ടുള്ള ഒരു മീഡിയക്കാരനാണോ അതോ രേണുവിൻ്റെ തന്നെ ചാനലാണെന്നാണ്, എന്താ ലെറ്റ്സ് ടോക്ക് എന്തോ ഒരു ചാനലിൻ്റെ പേര്. ആ ചാനലുകാരൻ രേണുവിൻ്റെ സ്വന്തം ചാനലാണ് എന്നാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ. അതിൻ്റെ വ്യക്തത എൻ്റെ കയ്യിലില്ല, എന്നാൽ ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. ആ ചാനലുകാരനാണ് രേണുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും അതായത് വിവാദമാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മനസ്സിലായോ? ഇതുവരെയും ഒരു വർക്കിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പകരം രേണുവിനെ കുറിച്ച് അവിടെ അങ്ങനെയാണല്ലോ പറയുന്നത്, ഇവിടെ ഇങ്ങനെയാണല്ലോ പറയുന്നത്, അവിടെ അങ്ങനെ കമൻറ്റ് കണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ പറയുന്നത് കേട്ടല്ലോ എന്നല്ലോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് രേണുവിൻ്റെ വായിൽ നിന്ന് അതിനപ്പുറം വാക്കുകൾ ഇങ്ങോട്ട് വരണം, അതിനെ സോഷ്യൽ മീഡിയയിലേക്ക് സ്പ്രെഡ് ചെയ്യണം. ആ ചാനലുകാരനാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് മറ്റ് ചാനലുകൾക്കെല്ലാം ഇത് അയച്ചു കൊടുക്കുന്നത്. അല്ലാണ്ട് അവിടെ 50ഓളം ചാനലുകൾ, 50ഓളം ആൾക്കാരൊന്നും അവിടെ ആരും കണ്ടില്ല. അവിടെ കണ്ടത് ഡയറക്ടർ അച്ഛനമ്മയും കണ്ടു, രേണുസുതി, പ്രതീഷ്, ദാസേട്ടൻ കോഴിക്കോട്, അക്ഷയ്, പിന്നെ വേറെ 1-2 ആൾക്കാർ, ഈ പറയുന്ന മീഡിയക്കാരൻ. വേറെ ആരെയും ആ വീഡിയോകളിലൊന്നും കണ്ടിട്ടില്ല. 50ഓളം ആൾക്കാരുണ്ടായിരുന്നു. എന്ത് തള്ളാപ്പാ, ഇങ്ങനെ തള്ളാമോ? ഒരു മയത്തിൽ തള്ളു ഒന്ന്, ഞങ്ങൾക്ക് ഒന്ന് കേട്ട് ദഹിക്കാനുള്ളൊരു സമയം എന്താ? തള്ളുമ്പോൾ ഒരു മയത്ത് തള്ളണം. ബാക്കി അഗേൻസ്റ്റ് രേണുസുതിയാണ്. രേണുസുതി അവിടെ പോയി കഴിഞ്ഞാലും വിളിക്കാതെ തന്നെ ഓൺലൈൻ മീഡിയാസ് എത്തും, സ്വാഭാവികമാണത്. അപ്പം ഇവിടെ ഞാൻ നിൽക്കുന്നു, അപ്പുറം രേണുസുതി നിൽക്കുന്നു, അത് വൈറലാക്കാൻ ഓൺലൈൻ മീഡിയാസ് ആണ് വരുന്നു. ഇതവിടെ സംഭവിച്ചു പോയി എന്ന് വെച്ച് ദാസേട്ടൻ കോഴിക്കോട് വ്യക്തി ഒരിക്കലും ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സംഗതികൾ, ആൽബത്തിനോ ഷോർട്ട് ഫിലിമോ സിനിമ എടുക്കുന്ന സംഗതി ഒന്നും അതാത് ബന്ധപ്പെട്ട മേഖലയിൽ കാണുന്ന ആഗ്രഹിക്കുന്ന ആളാണ്. തിയേറ്ററിലാണെങ്കിൽ ബിഗ് സ്ക്രീനിൽ കാണും, യൂട്യൂബ് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇതിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്ന് വെച്ച് ഇത് എന്റെ ഭാഗത്ത് ഞാൻ അഭിനയിച്ച കാര്യം കൃത്യമായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഈ രീതിയിൽ വിവാദമായി നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അച്ചോടാ, കുണുവാവോ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഇതിൽ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ കഴിഞ്ഞതിലോ, മന്ദാരച്ചേലിലോ, അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അതിനുശേഷമല്ലേ ഇതിലേക്ക് വന്നത്? രണ്ടും ഒരേ സംവിധായികയല്ലേ? ഞാൻ വീണ്ടും അതേ വാക്ക് പറയുന്നു, ഒരേ സംവിധായിക. അവരുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ഒരു പാറ്റേൺ അറിയുമെങ്കിൽ ആദ്യമേ പറയണമായിരുന്നു, ചെയ്യരുത്, എൻ്റെ സീൻസ് പുറത്ത് പോകരുത് എന്ന് പറയാനുള്ള ധൈര്യം വേണമായിരുന്നു. ഇത് ധൈര്യമില്ലായ്മയല്ല, ഇത് ഈ വാഴ നനയുമ്പോൾ ചീരയും കൂടി നനയാമെന്നൊരു പഴമൊഴി ഉണ്ടല്ലോ, അതങ്ങ് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ കയ്യിൽ നിന്ന് പോയപ്പോൾ എന്താണ്? കുടുംബത്തെ ബാധിച്ചു തുടങ്ങി. മനസ്സിലായോ? നാട്ടുകാർ തെറി പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഒന്ന് വെളുക്കണം. ആ വെളുപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. വെളുക്കാൻ വേണ്ടി സ്വയം വെളുക്കാൻ വേണ്ടി ഒരു ചാനലിനെയും കൂട്ടിപ്പിടിച്ച് വന്നിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും അങ്ങോട്ട് വെളുക്കുന്നില്ലോ ദാസേട്ടാ. ഇപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? സമ്മതിക്കണം, നിങ്ങളുടെയൊക്കെ തൊലിക്കട്ടി വന്നിരുന്ന് സംസാരിക്കാൻ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ട് നിങ്ങളും കൂടി ഇൻവോൾവ് ആണ് ആ തെറ്റിൽ. തെറ്റാണെന്ന് നിങ്ങൾക്കൊരു പാഠമാണ് നിങ്ങൾ സംഭവിച്ചല്ലോ. ഈ പാഠം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിൽ നിന്നാണ് പാഠം പഠിക്കുന്നത് അല്ലേ? പക്ഷേ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ നിഷ്കളങ്കനാണ്, എനിക്കൊന്നും അറിയില്ലായിരുന്നു. എന്താണ് ദാസ നമ്മൾ നന്നാവാത്തത് എന്ന് ചോദിക്കേണ്ടി വരും. എനിവേ, അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, ഒരു പ്രശ്നമില്ല. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.